നാം ഇന്നുള്ളത് പുരിയിലാണ്. പുരി എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ 4 ധാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് കൽപ്പിക്കുന്ന നീലമാധവന്റെ നീലാചലപുരി എന്നാണ് പുരി എന്നുള്ളതിൻ്റെ പൂർണ്ണനാമം. ശങ്കരാചാര്യർ കൽപ്പിച്ചിട്ടുള്ള 4 ധാമങ്ങളിൽ ദ്വാരക പടിഞ്ഞാറും കിഴക്ക് മാധവന്റെ പുരിയും വടക്ക് തെക്ക് ശിവന്റെ ധാമങ്ങളും. അതിൽ ഏറ്റവും പ്രാധാന്യമെന്ന് കൽപ്പിക്കുന്നത് പുരി തന്നെയാണ്. കിഴക്കൻ ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള പുരിയിൽ വലിയ കഥകളാണ്. ആ കഥ എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ചേർന്ന് നിന്നിട്ടുള്ള കഥ. ജഗന്നാഥന്റെ ദർശനം, നീല കൃഷ്ണന്റെ ദർശനം, ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവ് സ്വപ്നത്തിൽ ഭഗവാനെ, നീലവർണ്ണനായ നീലമാധവനെ സ്വപ്നം കാണുകയും നീലാചലം എന്ന വനത്തിൽ, അതാണ് ഇന്നത്തെ പുരി, നീലാചലപുരി, അവിടെ വിശ്വകർമാവിനോട്, ദിവ്യശില്പിയായ വിശ്വകർമാവിനോട് ഏത് മരത്തിൽ നിന്നാണ് ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കുക, രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുക, അത് ഒരു ദേവവാണി പോലെ, ദൈവവചനം പോലെ ആ മരക്കഷ്ണം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് ബലഭദ്രൻ, മാധവനാകുന്ന ജഗന്നാഥൻ, സുഭദ്ര, ഈ 3 പേരുടെയും സങ്കലന ഭൂമിയായി ഇന്നറിയപ്പെടുന്ന പുരിയിലെ വലിയ ക്ഷേത്രമുണ്ടാക്കിയിട്ടുള്ളത്. ഇത് കഥയല്ല, ഇത് നമ്മുടെ പുരാണികമായിട്ടുള്ള വിശ്വാസമാണ്. ചരിത്രകഥ പറയുന്നത് 12ാം നൂറ്റാണ്ടിലെ കിഴക്കൻ ഗംഗവംശത്തിലെ രാജാവ് അനന്തവർമ്മ ഗംഗദേവൻ, ചോടഗംഗദേവൻ എന്ന കിഴക്കൻ, വടക്ക് കിഴക്കൻ, തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കിഴക്ക് ഭാഗത്ത് ഭാരതത്തിലുണ്ടായിരുന്ന ചന്ദ്രവംശ രാജാക്കന്മാരുടെ, ഗംഗാ രാജാക്കന്മാരുടെ ചെറിയ ചെറിയ ക്ഷേത്രമണ്ഡപങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം സങ്കല്പിച്ച് അതുണ്ടാക്കുകയും ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന വലിയ ചാർധാമുകളിൽ ഒന്നായി മാറിയത് ശങ്കരാചാര്യരുടെ കഥയിലൂടെയാണെന്ന്. ഏറ്റവും പ്രാധാന്യമായിട്ട് പുരി കാണുമ്പോൾ നമ്മൾ പറയാറുള്ളത് രഥയാത്രയാണ്. ലോകപ്രശസ്തനായ ജഗന്നാഥൻ പുരിയിലെ ഘോഷയാത്രയോടുകൂടി പോകുന്ന കഥ, ഭക്തിയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി ജനങ്ങളുടെ കൂട്ടായ്മയിൽ 1 ലക്ഷം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന, അന്നദാനം നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം, മഹാപ്രസാദം, പ്രസാദൂട്ട്, ഒരിക്കലും ആ തിരക്ക് കുറയില്ല എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതും. ജാതി മത ഭേദമന്യേ ആർക്കും കയറാവുന്ന ഒരു ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം. കലാ, സാഹിത്യം, നൃത്തം എല്ലാത്തിനെയും പരിപോഷിപ്പിക്കുന്ന വലിയ ഒഡീസ നൃത്തവും അതിനേക്കാളും പൂ കൊണ്ടുള്ള കുറേ പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന വലിയ സാമൂഹിക, സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലം. ആത്മീയ പ്രാധാന്യം പറയുമ്പോൾ സർവ്വവ്യാപിയും സ്നേഹവും കരുണയുമുള്ള ദൈവിക സങ്കല്പങ്ങളുടെ ഉടമയായ ഭഗവാൻ. പുരി ജഗന്നാഥ ക്ഷേത്രം ഐതിഹ്യങ്ങളുടെയും കഥകളുടെയും കുറേ ചെറിയ ചെറിയ കഥകൾ പറയാനുണ്ട്. ഏറ്റവും വലിയ കഥ എന്ന് പറയുന്നത് പുരി ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പതാകയുണ്ട്. ആ പതാക മകുടത്തിന്റെ മുകളിലാണ്.
അവിടെ സ്ഥാപിക്കണമെങ്കിൽ കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ്. 4 പേര് വൈകുന്നേരം കൃത്യം 5 മണിക്ക് കയറി പതാക താഴ്ത്തും, കാലത്ത് പതാക ഉയർത്തും. നമ്മുടെയൊക്കെ ദേശീയ പതാകകൾ ഗവൺമെന്റ് ഓഫീസിൽ അങ്ങനെയാണ് പതിവ്. നിലം തൊടാതെ കൊണ്ടുവരണമെന്നൊക്കെയാണ്. അതേ രീതിയിലാണ്. കാറ്റിന്റെ ദിശയിലല്ല പതാക എപ്പോഴും പറക്കുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. കാറ്റിന്റെ ദിശക്കനുസരിച്ച് പതാക പറക്കാത്ത ഏക പതാക ചിലപ്പം ഇതാവും. അതുണ്ടാക്കുന്നതിന് വലിയ കഥയാണ്. പിന്നെ ബിംബം 14 മുതൽ 19 വർഷങ്ങൾക്കിടയിൽ ചന്ദ്ര സൂര്യ ഗ്രഹങ്ങളുടെയൊക്കെ സങ്കലനങ്ങളുടെ തിഥി നക്ഷത്ര കാലങ്ങളൊക്കെ നോക്കി എല്ലാ 14 വർഷവും ഭഗവാന്റെ വിഗ്രഹം പുനഃസൃഷ്ടിക്കുകയാണ്. ജന്മങ്ങളും പുനർജന്മങ്ങളും മനുഷ്യനുള്ളതുപോലെ ഭഗവാന് 12 വർഷം കൊണ്ട് ഇത്തരം മരണവും അല്ലെങ്കിൽ സമാധി അടയുകയും നിർവ്വാണമടയുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സങ്കല്പം വേറെ എവിടെ ഉണ്ടാവില്ല. 18 years, 19 years, 14 years. Once the deity is moved from there, this is the Samadhi Sthan. The new one will go inside, old one will be cremated here. അങ്ങനെ ജഗന്നാഥൻ അപ്രത്യക്ഷനാവില്ല, ആത്മാവ് അപ്രത്യക്ഷമാവില്ല. ആ ബിംബം മാത്രം പുനഃസൃഷ്ടിക്കുകയും അതിന് ഒരു സമാധിസ്ഥാനം ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ പ്രത്യേകതയുള്ളൊരു കഥയാണ്. അങ്ങനെ ജഗന്നാഥ രാജധാനിയിൽ, ജഗന്നാഥന്റെ രാജധാനിയിൽ പുരിയിൽ ജഗന്നാഥന്റെ സ്വാമിയാവുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന സ്വാമിയാവുന്ന സങ്കല്പത്തിൽ 12-ാം നൂറ്റാണ്ട് മുതൽ വലിയ പ്രാധാന്യത്തോടു കൂടി, എടുപ്പോടുകൂടി പുരിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും പുരി ക്ഷേത്രം കാണാൻ പറ്റും. അവിടെയാണ് ഇന്നിപ്പം ഞാനുള്ളത്. പുരി കടലിന്റെ തീരത്താണ്, അധിക ദൂരമൊന്നുമില്ല. ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മുടെ തലസ്ഥാനമായ, ഒഡീസയുടെ തലസ്ഥാനമായ രാജ്യമുള്ളത്. അവിടെ നിന്ന് കുറച്ചിപ്പുറത്താണ് കൊനാർക്കുള്ളത്. അങ്ങനെ ഭുവനേശ്വറിനും ഒഡീസയ്ക്കും പുരിക്കും ഒരു ത്രികോണ ആകൃതിയിലുള്ള സങ്കല്പങ്ങളുണ്ട്. കുറേ കാണാനും പഠിക്കാനും ചരിത്രപരമായും സാംസ്കാരികപരമായും അതുപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ ദൈവികമായും ഒക്കെ സന്തോഷങ്ങളുടെയൊക്കെ നാടായി മാറുന്ന ഏറ്റവും വലിയ സങ്കല്പങ്ങളുടെ കഥയാവുന്ന, ഇവിടെ ഏത് പടങ്ങളുടെയും കലാകാരന്മാരുടെയും അടുത്ത് പോയാലും നമ്മൾ സാധാരണ കാണുന്നത് വരച്ച ചിത്രങ്ങളിലൊക്കെ ജഗന്നാഥന്റെ സ്വരൂപങ്ങളാണെന്നുള്ളത്. ആ സ്വരൂപത്തിൽ കാലില്ലാത്ത ജഗന്നാഥനും കാലുള്ള ജഗന്നാഥനും ഉണ്ട്. വ്യത്യസ്ത ഭാവങ്ങളിൽ, വ്യത്യസ്ത രൂപങ്ങളിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് ഇന്നത്തെ കഥ. പുരിയോട് നമുക്ക് ഇവിടെ പറയാം.